ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും രസകരമായിരുന്നു അല്ലേ സാർ? ഇന്ന് എരുമേലി സാറിനെ ഒന്ന് ചൂടാക്കണം. ടൂറിന് ഡേയ്സ് കുറയ്ക്കണം. ഇല്ലേ ശരിയാവില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് നീയാനാ? ഇവിടെ ആകുമ്പോ നല്ല കാടും കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും നല്ല രസമല്ലേ? എന്താ എടാ ഈ ആന്ധ്രപ്പനും കാട്ടുമാക്രികളും എങ്ങോട്ടെങ്കിലും പോട്ടെ, നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ? നീ ഈ സ്ഥലം ശ്രദ്ധിച്ചോ? എന്ത് പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. ഒരു സ്മോൾ വരൂ, ഓരോന്നൂടെ അടിക്കല്ലേ. ഫാക്ടറി പുകയുറഞ്ഞാസ്മ വലിക്കാത്ത ഓക്സിജൻ വീഴുന്ന നാടവിട മക്കളെ, കാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. നമുക്കൊരു കാര്യം ചെയ്യാം സാർ. എന്താ ഏതായാലും ക്യാമറ കയ്യിലിരിക്കില്ലേ, നമുക്ക് സാറിന്റെ ഈ ഒരു മൊമെന്റ് അപ്പുറം പാളി പകർത്തിയാലോ? എന്തിനാ അല്ല, വീട്ടില് പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചേ ആരാധിക്കാനാ. ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ജന്മം അല്ലേ? നീ എന്റെ അപ്പുറം പൊളിക്കുവാനിയാ. ഏതായാലും നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? എട് പിന്നെ കുടിക്കാൻ സാർ. തീർന്നു. ഇനി ഒന്ന് ബാക്കിൽ ഒന്ന് ചേർന്നില്ല സാർ. ഇതെന്തോ നാണിയോ? നാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാട്ടിലെ മരത്തിൽ കൊണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും. ഏതായാലും വലിച്ച് പിഴ അല്ലേ? ഒരുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. അങ്ങനെ വിട്ടാ പറ്റൂ. സാറിങ്ങി മാറിക്കും. ഇപ്പൊ വരും, വലിച്ചൂരി പെട്ടെന്ന്. തണ്ണി, നല്ല മഴയുടെ ലക്ഷണമുണ്ട്. മഴ നനഞ്ഞ് പനി പിടിച്ചാലേ ഒരു കോശം വാങ്ങിക്കണമെങ്കിൽ 4000 കിലോമീറ്റർ പോകണം. ആന്ത്രോപോളജി പുഴുകാൻ കണ്ട സ്ഥലം കാട്ടുമാക്കായി. പെട്ടെന്ന് ഓടിക്കറിയോണ്ടോ അതിൽ അറിഞ്ഞില്ല. എല്ലാവരും വേഗം പോയി തല തോർത്തു. പനി പിടിക്കണ്ട. തന്നോട് പ്രത്യേകിച്ച് പറയണോ? എരുമേലി സാറിനെ സണ്ണി കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും. എവിടെയായിരുന്നു താൻ? നോക്കൂ, ശക്തിയായ മിന്നലേറ്റ് തീപിടിച്ചതായിരിക്കും. കാട്ടിലിതൊക്കെ സ്വാഭാവികമല്ലേ. എന്തായാലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. തീ പിടിച്ചത് മിന്നൽ കൊണ്ടായിരിക്കാം. ബട്ട് ആ ചിത്രം പറന്നു പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ. എനിവേ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഗോ ടു യുവർ റൂംസ്, ഓൾ ഓഫ് യു. ഈ കാട് ഇടി മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ. മുറിക്കകത്തിരിക്കുന്ന ചിത്രം കത്തുന്നു, പിന്നെ പറക്കുന്നു. These things happen due to the sudden change in the atmospheric pressure. എരുമേലി, താൻ ഇനിയും ഈ ടോപ്പിക് അവസാനിപ്പിച്ചില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്ക്. ഈ എരുമേലി സാറിന് എപ്പോഴും ചമ്മാനെ നേരമുള്ളൂ. ചമ്പല് മാറ്റാൻ ഒരു പെഗ്ഗൂട് ഒഴിച്ചാലോ? ഒരു 100 ഒഴിയാനിയാ. എന്നിട്ട് വേണം ആ കാട്ടുമാക്കന്റെ ഉണങ്ങിയ റിപ്പോർട്ട് മുഴുങ്ങി തിന്നാൻ. എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരം? ഫൈൻ. നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ? എന്താ തന്റെ അഭിപ്രായം? എന്തുവാടാ അവിടെ കുറച്ചു നേരമായിട്ട്? ഒന്ന് ചുമ്മാ ഇരിക്കടാ. മനുഷ്യനെ സൗകര്യമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. പണ്ടാരം. അവർക്കിടയിൽ കട്ടറുമായിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിജയ്, നീ ഗിറ്റാർ എടുത്ത് പ്രതിമ പോലിരിക്കാതെ സംഗതി അങ്ങ് കൊഴിപ്പിക്കടാ. വിജയ് ഗിറ്റാർ പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. മമ്മിയെ പഠിപ്പിച്ചേ. മമ്മി പോയതോടെ അത് അവസാനിച്ചു. മമ്മി ഇവിടെ പോയി? കുവൈറ്റില. ഡാഡി മരിച്ചപ്പോ മമ്മി മറ്റുള്ള കല്യാണം കഴിച്ചു. ഇപ്പൊ എനിക്ക് മമ്മി എന്ന് വെച്ചാ എല്ലാ മാസവും വരുന്ന ഡ്രാഫ്റ്റാ. അതുപോട്ടെ, ഈ ഹരി തന്നിട്ട് പാടും കേട്ടോ. ഞാൻ നന്നായിട്ട് കവിത ചൊല്ലും.
പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടും. ഹരി പെട്ടെന്ന് പാട്, ഇല്ലെങ്കിൽ എരുമേലി സാർ ഈ രാത്രി ചാല കൊളമാക്കും. ഞാൻ ദാ വരുന്നു. ഒരു പാട് ഹരി. Come on, ഹരി. വിജയ് മണികെട്ട കുരവകൾ ഒരു ദിശി, നരപര പടകെട്ട വിരുതുകൾ ഒരു ദിശി, കുട്ടികൾ ഒരു ദിശി, പട്ടികൾ ഒരു ദിശി. നീ കാര്യം പറ. വെള്ളം കഴിച്ച് തീർത്തില്ലേ? ഇനി പച്ചവെള്ളം ഇവിടെ ഒരു ബഹളം. ആരാ ഇവിടെ നിലവിളിച്ച്? പുറത്തൊരു പെണ്ണിനെ കണ്ടു. ആരാ നോക്കാൻ ചെന്നപ്പോ പെട്ടെന്ന് കാണാതായി. മുതുവൻ കാടിൽ മുതുകാടിന്റെ മാജിക്, അപ്രത്യക്ഷയാകുന്ന സ്ത്രീ. 2 ദിവസമായിട്ട് നിന്നെ പെണ്ണിനെ മാത്രമല്ല, ഞാനൊരു വികൃത രൂപത്തെയും കണ്ടു. കുട്ടിക്ക് വെറുതെ തോന്നിയതാ. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. സണ്ണി, താൻ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. പക്ഷെ ഞാൻ Don't misuse the freedom I have given. ഈ സ്റ്റഡി ടൂറിന്റെ അറ്റ്മോസ്ഫിയർ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും. ജോസഫ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഗോ, പോയി കിടന്നുറങ്ങ്. എന്തുവാടാ രാത്രി കള്ളും കുടിച്ചോണ്ട് വെറുതെ? എന്താടാ? ചിത്രമില്ലേ, ആ കത്തിപ്പോയ ചിത്രം, അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാ ഞാൻ കണ്ട സ്ത്രീയുടെ മുഖം. ഓ, ഇപ്പൊ സംഗതി പിടി കിട്ടി. എടാ, നീ എത്ര പേക്ക് അടിച്ചടാ? 5 or 6? അത് കയറി മൂത്തപ്പോ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാവും. സാരമില്ല, ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ എല്ലാം ശരിയായിക്കോളൂ. അതല്ലടാ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യനെ മെനക്കെടുത്താ. വിജയ്, 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 ഇവൻ എവിടെ പോയി കിടക്കുന്നു? വിജയ്, ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം. ഓമനയ്ക്കാകുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ. എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം. ഓ, അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ? ഛേ, ഓമന വിചാരിച്ച എല്ലാം നടക്കും. ഒന്ന് പോ സാറേ. നിന്നിപ്പോ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ക്ഷണിച്ചു. ആര്? ഓമന. എല്ലാവരും റെഡി ആയിരിക്കുക. പ്രൊഫസർ ആകെ ചൂടാ. മോളെ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, എല്ലാം പറഞ്ഞിട്ട് വന്നാ മതി. ഞാൻ പ്രൊഫസർ ഇങ്ങോട്ട് വിടാം. ഇടാ, എന്റെ പൊന്നെ, നീ ചതിക്കല്ലേ മോളെ. ഇടാ, നിക്കടാ. അല്ല, ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അല്പം രാജരക്തം എന്റെ ഞരമ്പിലുണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ പണിക്കാരി പാത്രം കഴിയുന്നിടത്ത് ഒളിഞ്ഞെന്ന് ശൃംഗരിക്കാൻ രാജരക്തം അല്ലേ? ഹരി കേക്കണ്ട. എന്തൊക്കെയായാലും അവന്റെ വല്യമാവന്റെ സെറ്റപ്പ് കൊള്ളാം. അതെ, ഒരല്പം രാജരക്തം ആ ഓമനയ്ക്കും ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. മതി മതി, ഇനി വന്നേ.